ഈ രോഗമുള്ള പേഷ്യൻസിൽ കൂടുതലായിട്ടും കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. പക്ഷെ എല്ലാ കോൺസ്റ്റിപ്പേഷൻ ഉള്ളതും ഇതിലേക്ക് നയിക്കണമെന്നില്ല. കാലെടുത്ത് വെക്കാൻ പറ്റാതിരിക്കുക, തട്ടി വീഴുക, പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ വരിക തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ ആദ്യ സമയങ്ങളിൽ കാണാം. പലതരത്തിലുള്ള ഇഞ്ചുറി കൊണ്ട്, അങ്ങനെയുള്ള കെമിക്കൽ ഉപയോഗം കൊണ്ടും ഒക്കെ ഈ ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കമില്ലായ്മയും സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ന്യൂറോളജിക്കൽ സിസ്റ്റത്തിനെയും തലച്ചോറിനെയൊക്കെ തന്നെയാണ് ബാധിക്കുന്നത്. പാരമ്പര്യമായിട്ട് ഈ രോഗമുള്ളവരിൽ അത് തടയുന്നതിനുള്ള മെഷേഴ്സ് എടുക്കാനായിട്ട് നമുക്ക് പ്രത്യേക സംവിധാനമുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രായമായവരിൽ കൂടുതലായും കണ്ടുവരുന്ന പാർക്കിൻസൺ ഡിസീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ഡോക്ടർ. ഡോക്ടർ, എന്താണ് പാർക്കിൻസൺ ഡിസീസ്? പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് നാഡീവ്യൂഹത്തെ ബാധിച്ചു വരുന്ന ഒരു രോഗമാണ്. പ്രധാനമായിട്ടും ശരീരം മുഴുവനും, പ്രത്യേകിച്ചും തലച്ചോറും നാഡീഞരമ്പുകളും മസിൽസിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഓക്കെ ഡോക്ടർ, ഈ പാർക്കിൻസൺ ഡിസീസിൻ്റെ ഏർലി സിംറ്റംസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ഈ രോഗമുള്ള പേഷ്യൻസിൽ കൂടുതലായിട്ടും കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. പക്ഷെ എല്ലാ കോൺസ്റ്റിപ്പേഷൻ ഉള്ളതും ഇതിലേക്ക് നയിക്കണമെന്നില്ല. അതുപോലെ അനോസ്മിയ, നമുക്ക് സ്മെല്ലറിയാൻ പറ്റാതെ വരിക, അതും ഇതിൻ്റെ ഒരു ഏർലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് സിംറ്റംസ് അതാണ്. പിന്നീട് തട്ടി വീഴുക, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാലെടുത്ത് വെക്കാൻ പറ്റാതിരിക്കുക, തട്ടി വീഴുക, പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ വരിക തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ ആദ്യ സമയങ്ങളിൽ കാണാം. പ്രധാനമായിട്ടും പക്ഷേ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് എപ്പോഴും വിറയൽ പോലെയുള്ള അവസ്ഥ, മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലും നമ്മൾ ഈ രോഗം ഡയഗ്നോസ് ചെയ്യപ്പെടാറ്. സർ, നമുക്ക് ഈ അസുഖം പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് പ്രധാനമായിട്ട്. പക്ഷേ പാരമ്പര്യമായിട്ട് മാത്രമല്ല, സെക്കൻഡറി ആയിട്ടുള്ള പലതരത്തിലുള്ള ഇഞ്ചുറി കൊണ്ട്, അങ്ങനെയുള്ള കെമിക്കൽ ഉപയോഗം കൊണ്ടും ഒക്കെ ഈ ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല നമ്മൾ ഇൻസെക്ടിസൈഡ്സും മറ്റുമൊക്കെ പോലും അതിന് കാരണമാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ 60 വയസ്സ് കഴിഞ്ഞവരിൽ മാത്രമല്ല ഈ രോഗം കണ്ടുവരുന്നത്, 60 വയസ്സിന് മുമ്പും 50 വയസ്സിന് മുമ്പും ഒക്കെ രോഗം കണ്ടുവരാണ്. കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. സ്ത്രീകളിലും അപൂർവമായിട്ട് രോഗം കണ്ടുവരാറുണ്ട്. സർ, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കൂടി വരുന്ന സ്ട്രെസ്, ഉറക്കമില്ലായ്മ, ഈ ജീവിതശൈലികൾ ഉണ്ടല്ലോ, ഇത് നമുക്ക് പാർക്കിൻസൺ ഡിസീസിന് കാരണമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഉറക്കമില്ലായ്മയും സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ന്യൂറോളജിക്കൽ സിസ്റ്റത്തിനെയും തലച്ചോറിനെയൊക്കെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പം നല്ല ഉറക്കവും നല്ല ശാന്തമായ ജീവിത രീതികളുമാണ് പലപ്പോഴും ബ്രെയിൻ ഹെൽത്തിനും ഞരമ്പുകൾക്കുള്ള നാഡീവ്യൂഹത്തിൻ്റെ ബലത്തിനുള്ള ഒരു പ്രധാന പ്രവൃത്തി. അപ്പോൾ അത് കറക്റ്റ് ആവാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സെക്രീഷൻസും പലതരത്തിലുള്ള സ്രാവങ്ങളും ഒക്കെ ശരീരത്തിന് നാഡീവ്യൂഹത്തെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ രോഗം പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കൂടും. പാർക്കിൻസൺ ഡിസീസിന്റെ ചികിത്സാ സാധ്യത എങ്ങനെയാ? ചികിത്സിച്ചാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് മാറുന്ന രോഗമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ സിംറ്റംസ് എല്ലാം കൂടുതൽ കാലം ഡിലേ ചെയ്യാൻ സാധിക്കും. അതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ്, പേഷ്യൻ്റെ ജീവിതത്തിലെ നിത്യ ഡേ ടു ഡേ കാര്യങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഇതിനെ വളരെ കാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. പ്രായമായവർ സാധാരണ ചിലപ്പോൾ ഏജ് റിലേറ്റഡ് വിറയലൊക്കെ ഉണ്ടാവുമെങ്കിലും അത്രയൊന്നും കെട്ടാത്താതെ ഒരു ആയുസിൻ്റെ നല്ല പങ്കോളം ക്വാളിറ്റി ആയിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് ആയുർവേദം സഹായിക്കും. അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് പാർക്കിൻസൺ ഡിസീസിൻ്റെ എന്താണ് നമുക്ക് ഗുണമുണ്ടാവുക? പ്രധാനമായിട്ടും ഒരാളുടെ ജീവിതത്തിലെ അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുക, പിന്നെ പരസഹായം കൂടാതെ പുറത്തിറങ്ങുന്നതിനുമൊക്കെ സാധിക്കുക. എങ്കിലും ഒരു ശ്രദ്ധ ഈ രോഗത്തിൽ എപ്പോഴും വേണം. ആയുർവേദത്തിന് അതിനെ തടയാനായിട്ട് നമ്മുടെ എണ്ണയുടെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾ, പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്ന തൈലങ്ങളുടെ ഉപയോഗം, അതുപോലെ ജീവിതശൈലി ക്രമപ്പെടുത്തുക, ഭക്ഷണത്തിൽ ക്രമപ്പെടുത്തുക, ശരീരത്തിന് സ്ട്രെസ്സ് തുടങ്ങിയ കാര്യങ്ങളില്ലാതെ മാനേജ് ചെയ്യാനും നല്ല ഉറക്കവും നല്ല ജീവിതശൈലിയും ഡെവലപ്പ് ചെയ്ത് എടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ആയുർവേദം ഊന്നൽ കൊടുക്കുന്നത്. സർ, ഇപ്പോൾ പാർക്കിൻസൺ ഡിസീസിന് സഞ്ജീവനത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, ആൻഡ് അതുകൊണ്ട് രോഗിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? സഞ്ജീവനത്തിൽ നമ്മൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്,
പാരമ്പര്യമായിട്ട് ഈ രോഗമുള്ളവരിൽ അത് തടയുന്നതിനുള്ള മെഷേഴ്സ് എടുക്കാനായിട്ട് നമുക്ക് പ്രത്യേക സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ വന്ന രോഗികളിൽ പലപ്പോഴും അതിനെ രോഗലക്ഷണങ്ങളെ കുറയ്ക്കുന്നതിനും രോഗി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. പല രോഗികളും പലപ്പോഴും വീൽ ചെയർ ബൗണ്ടായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പലപ്പോഴും തിരിച്ചു പോകുന്നത് നടന്നിട്ടാണ്. അപ്പോൾ അതിന് വളരെയധികം സാധ്യതയുള്ളൊരു ചികിത്സയാണ് സഞ്ജീവനത്തിൽ നൽകുന്നത്. നമുക്കങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വരുമ്പോൾ തീരെ അവനവൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞെങ്കിൽ ഇതോടൊപ്പം തന്നെ പലപ്പോഴും മുൻകൈ കണ്ടെത്താനുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ മുഖത്ത് ഒരു സ്റ്റിഫ്നെസ്, സ്റ്റോണി അപ്പിയറൻസ് എന്നുള്ള മുഖത്ത് പലപ്പോഴും നമുക്ക് നോട്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ കണ്ടെത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പല രോഗികളും പലതരത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളൊക്കെ പറയുമെങ്കിലും അതുപോലെ മലബന്ധം അതിൻ്റെ കൂടെ ഉണ്ടാകും, സ്മെല്ലറിയാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇത് പലപ്പോഴും പാർക്കിൻസൺസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടാറില്ല. പലപ്പോഴും അത് ഓരോ രോഗത്തിനും കൃത്യമായ ചികിത്സയൊക്കെ കൊടുക്കും. പക്ഷേ പലപ്പോഴും ഈ രോഗിയുടെ കൃത്യമായ മൂവ്മെൻറ്റും ഇതൊക്കെ വാച്ച് ചെയ്ത് കൃത്യമായ ഒരു ഡയഗ്നോസ് നടത്തുകയാണെങ്കിൽ നമുക്ക് മുമ്പേ തന്നെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ പല രോഗികൾക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ അവർ പാർക്കിൻസൺസ് ആണെന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ സമീപിച്ചിരിക്കുന്നത്. മറ്റു രോഗങ്ങൾക്ക് സമീപിച്ചാൽ പലരെയും പാർക്കിൻസൺസിൻ്റെ തുടക്കമാണെന്ന് കണ്ടെത്തി അവർക്ക് രോഗലക്ഷണങ്ങൾ മാറ്റുന്നതിനും അവർക്ക് വളരെ കാലത്തോളം തന്നെ രോഗം ഉണ്ടാകാതിരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ സഞ്ജീവനത്തിൽ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ശിരസിൽ ചെയ്യുന്ന ശിരോധാര, അപ്പോൾ വിറയലുള്ള പേഷ്യൻസ് ആണെങ്കിൽ ശിരോധാര ചെയ്യും. ശിരോവസ്തി എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റീവ്. പക്ഷേ ട്രമറുള്ള രോഗികളിൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ മറ്റ് പലതരത്തിലുള്ള എണ്ണയുടെ ഉപയോഗം, പിന്നെ മസിൽസിൻ്റെ പഴയ ശക്തി വീണ്ടെടുക്കാനായിട്ടുള്ള പലതരത്തിലുള്ള ചികിത്സാ ക്രമങ്ങൾ, അതുപോലെ കായസേകം, നവരതേപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രയോഗങ്ങളും. ഈ രോഗത്തിൻ്റെ പ്രത്യേകം വെച്ച് അധികമായ ചൂടും അധികമായ തണുപ്പും രോഗിക്ക് ബെയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് സാവധാനം, ഒറ്റ ചികിത്സ കൊണ്ട് ഒറ്റത്തവണ കൊണ്ട് മൊത്തം മാറി രോഗം മാറിപ്പോകാം എന്ന് ധരിക്കാതെ ഈ രോഗത്തിനെ എത്ര കാലം നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ള പല ഘട്ടങ്ങളിലായിട്ട് ചെറിയ ചെറിയ ചികിത്സകൾ ചെയ്യുന്നതാണ് പലപ്പോഴും ഫലപ്രദമായി കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി, യോഗ, മറ്റ് സ്പീച്ച് തെറാപ്പി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചികിത്സകൾ മുമ്പോട്ട് പോകുന്നത്. അതിന് നല്ല ഫലം കണ്ടുവരുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പാർക്കിൻസൺ ഡിസീസിൻ്റെ സിംറ്റംസും അതെങ്ങനെ ആയുർവേദത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതുമാണ്. ഈ വിവരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടും ചീഫ് ഡോക്ടറുമായ ഡോക്ടർ ഷാജിയാണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻസ്. താങ്ക് യു സോ മച്ച്.